സുഭാഷിതം. വിരമിക്കലിൻ്റെ സമയമാണ്. അതുവരെ ആയിരുന്ന സേവന മേഖലയിൽ നിന്നും പടിയിറങ്ങുന്ന ഒരുപാട് പേർ നമുക്കിടയിലുണ്ട്. അവർക്ക് കരുത്തായി ഇനിയുള്ളത് ഇന്നലകളിലെ നല്ല ഓർമ്മകളാണ്. ഇന്നലെ വരെയുള്ള സേവന മേഖലയിൽ നിന്നും ലഭിച്ച ബന്ധങ്ങൾ അവരുടെ കരുത്താണ്. തിരിച്ചറിവിൻ്റെ ഒരുപാട് പാഠങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടാകും. ഒരു യാത്രയയപ്പ് സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു അധ്യാപിക പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നു. പ്രായമായതുകൊണ്ട് മാത്രം പോകുന്നു, എനിക്ക് എൻ്റെ കുട്ടികളെ പഠിപ്പിച്ച് കൊതി തീർന്നില്ല എന്ന്. ചിലർ അങ്ങനെയുമുണ്ട്. ചെയ്യുന്ന ജോലി ചെയ്ത് കൊതി തീരാതെ സർവീസിൽ നിന്നും വിരമിക്കുന്നവർ. ചിലർ ഇനി വയ്യ എന്നുള്ള ഭാവത്തോടെ വിശ്രമ ജീവിതത്തിലേക്ക് പോകുന്നു. എന്നാൽ മറ്റു ചിലരാകട്ടെ പുതിയ സേവന മേഖലകൾ കണ്ടെത്തുന്നു. വിരമിച്ചാലും അതൊന്നിൻ്റെയും വിരാമമല്ല എന്ന ബോധ്യം ഉണ്ടാകണം. ഇനിയും എന്തൊക്കെയോ ബാക്കിയുണ്ട്. വിരമിക്കലിന് ശേഷമുള്ള ജീവിതം ഒരു പുതിയ ജീവിതമാണ് എന്ന് ഒരു ബോധ്യമുണ്ടാകണം. അവസാനിച്ചു എന്നുള്ളതല്ല ചിന്തയിലേക്ക് വരേണ്ടത്, അടുത്തത് തുടങ്ങി എന്നുള്ളതായിരിക്കണം. മാനസികവും ശാരീരികവുമായ ആരോഗ്യം അനുവദിക്കുന്നിടത്തോളം കാലം നമ്മെ ജീവിക്കാൻ അനുവദിക്കണം, ജ്വലിക്കാൻ അനുവദിക്കണം. അർത്ഥമുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ചില ദിനങ്ങളായിരിക്കാം ഒരുപക്ഷെ കടന്നു വരാനുള്ളത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് സാധിക്കാതെ പോയ ചിലതൊക്കെയുണ്ട്. നാം കാണാതെയും അനുഭവിക്കാതെയും പോയ ചില സുന്ദരമായ കാഴ്ചകളുണ്ട്. അതെ, കാത്തിരിക്കുന്ന ഒരു പുതിയ ജീവിതവും പുതിയ നാളുകളും നമുക്കുണ്ട്. അതുകൊണ്ട് ഒരു പുതിയ തുടക്കത്തിന് നിമിത്തമാകട്ടെ ഓരോ റിട്ടയർമെൻറ്റും. ചെയ്തു തീർക്കാൻ ഇനിയും എന്തൊക്കെയോ ഉണ്ട്. ആ എന്തൊക്കെയോ എന്നുള്ള വാക്കിന്, ചോദ്യത്തിന് ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. വിരമിച്ചവർ മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും എന്തൊക്കെയോ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. ജീവിതം എന്നത് ജനിച്ച് ജീവിച്ച് മരിച്ച് കടന്നുപോകലാണ് ചിലർക്ക്. എന്നാൽ അങ്ങനെയല്ല. നാം ഏർപ്പെടുന്നത് ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് ലഭിച്ച ഈ ചെറിയ ജീവിതം കൊണ്ട് ഒന്ന് ജ്വലിക്കാൻ നമുക്ക് സാധിക്കണം. ജനിച്ച് ജീവിച്ച് ജ്വലിച്ച് കടന്നു പോകുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഓരോരുത്തരും അങ്ങനെയൊരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ എവിടെയായിരുന്നാലും ഏത് മേഖലയിലാണെങ്കിലും ആരുടെ കൂടെയാണെങ്കിലും നമ്മുടെ സാന്നിധ്യം, നമ്മുടെ വാക്കുകൾ എന്നും മറ്റുള്ളവർക്ക് സന്തോഷം മാത്രമായിരിക്കും. നടന്നുപോയവരെ എല്ലാവരെയും മറ്റുള്ളവർ ശ്രദ്ധിക്കണമെന്നില്ല. കടന്നുപോയവരെ എല്ലാവരെയും ഓർക്കണമെന്നുമില്ല. പക്ഷേ അടയാളം പതിപ്പിച്ച് കടന്നു പോകുന്നവരെ ഓർത്തെടുക്കുവാൻ എല്ലാവർക്കും സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് നന്മയുടെ അടയാളങ്ങൾ പതിപ്പിച്ച് കടന്നു പോകുവാൻ നമുക്ക് സാധിക്കട്ടെ. നല്ല മാറ്റങ്ങളുടെ അടയാളങ്ങൾ പതിപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നാം ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന് തെളിവുകൾ ഉണ്ടാകട്ടെ. അതുതന്നെയാണ് ജീവിതം സുന്ദരമാക്കുന്നതും. സുഭാഷിതം. അവതരിപ്പിച്ചത് ആൻസൺ കുറുമ്പത്തുരുത്ത്.